ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോന്റെ ടാഗ് ലൈനും തമ്പനയിലും ഈ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ഈ ഒരു സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രമുഖരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കൊടുത്തത്. ഈ ഒരു വീഡിയോ ഇടുന്നതിന്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾ കാണുകയും ഏകദേശം 12,000-ഓളം വരുന്ന ജനങ്ങൾ ആ ഒരു വീഡിയോന്റെ അടിയിൽ കമന്റ്സ് ഇടുകയും അതിൽ നിന്ന് ഒത്തിരി അധികം പേര് എനിക്ക് പേഴ്സണലി ഈ ഒരു മെസ്സേജും കാര്യങ്ങളും അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂരന്മനയിലെ ടൗൺഷിപ്പ് പ്രൊജക്ടിനെ പറ്റി ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കിട്ടിവരുന്ന ഇൻവെസ്റ്റ്മെന്റ്സും ആ ഒരു വീടുകൾ പണിഞ്ഞു കൊടുക്കാനായിട്ട് ഇവർക്ക് വന്ന എക്സ്പെൻസുകളും അതിനെപ്പറ്റി പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി അഭിപ്രായങ്ങളും ഒത്തിരി കമന്റ്സും വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിൽ ഇപ്പോൾ ഒരു സർവേ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു സർവേ വീഡിയോ ആയിട്ട് കാണാം. ഈ വരാനിരിക്കുന്ന ഇലക്ഷനിൽ ആര് വീണ്ടും നിയമസഭയിൽ ഈ പറയുന്നത് പോലെ മന്ത്രിസഭയിൽ കയറണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അതുപോലെ തന്നെ ഈ പറയുന്ന LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ എന്നീ 3 പാർട്ടികളുടെയും അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ ഈ ഒരു സമയത്ത് പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ മേധാവികൾ ആരൊക്കെയാണെന്നും കൃത്യമായിട്ട് താഴെ കമന്റ്സിലൂടെ രേഖപ്പെടുത്തുക. ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ കുറച്ചധികം രാഷ്ട്രീയക്കാരാണ് അടുത്ത മുഖ്യമന്ത്രി അല്ലെങ്കിൽ അടുത്ത CM എന്നുള്ള രീതിയിൽ ജനങ്ങൾ മുൻകൂട്ടി കാണുന്നത്. അങ്ങനെ കുറച്ച് വ്യക്തികളുടെ പേര് ഞാൻ പറയാം. ഒന്ന്, ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ സാറ് തന്നെ വീണ്ടും ചീഫ് മിനിസ്റ്റർ ആവുമെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിട്ടുള്ള നമ്മുടെ VD സതീശൻ സാറ് ഈ പറഞ്ഞ പോലെ CM ആകുമെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ ശശി തരൂറിന്റെ പേര് കേൾക്കുന്നുണ്ട്, KK ശൈലജ ടീച്ചറിന്റെ പേര് ഈ ഒരു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ പേരും ഈ ഒരു CM ആകും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന BJPയുടെ രാഷ്ട്രീയ മേധാവിയായിട്ടുള്ള ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും നമുക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സർവേയിലൂടെ ജനങ്ങൾ പറയേണ്ട ഒരേ ഒരു കാര്യം, താഴെ കമന്റ് ബോക്സിൽ ഈ ഒരു വരാനിരിക്കുന്ന ഇലക്ഷനിൽ ആരായിരിക്കും അധികാരത്തിലേറാൻ പോകുന്നത്? LDF ആയിരിക്കുമോ, NDA ആയിരിക്കുമോ, UDF ആയിരിക്കുമോ? ഈ 3 രാഷ്ട്രീയ പാർട്ടികളിൽ ആരായിരിക്കും അധികാരത്തിലേറാൻ പോകുന്നത്? അതുപോലെ തന്നെ ആര് അധികാരത്തിലേറിക്കഴിഞ്ഞാലും ആ ഒരു പാർട്ടിയിൽ നിന്ന് ആരായിരിക്കും CM ആവാനായിട്ട് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള വ്യക്തി? VD സതീശൻ സാറാണോ, പിണറായി വിജയൻ സാറാണോ, രാജീവ് ചന്ദ്രശേഖരനാണോ, KK ശൈലജ ടീച്ചറാണോ, ശശി തരൂരാണോ? ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മേധാവികളിൽ ഏറ്റവും അധികം ചീഫ് മിനിസ്റ്റർ ആവാനായിട്ട് യോഗ്യതയുള്ളത് ആരാണെന്നുള്ള കാര്യം കൂടി താഴെ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോന്റെ അടിസ്ഥാനത്തിലിടുന്ന മറ്റൊരു വീഡിയോ അധികം വൈകാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സർവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്